ഇന്നൊരു വെറൈറ്റിക്ക് ഒരു തമിഴ് സ്റ്റൈൽ കറി ഉണ്ടാക്കിയാലോ. ഇതിന് തമിഴ്നാട്ടുകാർ പറയുന്ന എണ്ണ കത്തിരിക്ക കാരക്കുഴമ്പ് എന്നാട്ടോ. പക്ഷെ നമുക്കൊരു പുതിയ പേരിടാം, വഴുതനങ്ങ കറി. വഴുതനങ്ങ ഞെട്ടിയോടെ തന്നെ വാഷ് ചെയ്തെടുക്കുക, നടുവിലെല്ലാം കീറി കൊടുത്തിട്ട് എണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അതങ്ങോട്ട് മാറ്റിയിട്ട് ആ സെയിം എണ്ണയ്ക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക, വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക, സവോള ഇട്ട് കൊടുക്കുക, സോട്ട് ചെയ്യുക. ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ 2 തക്കാളി പീസ് ആക്കിയതും ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുക, അടച്ചു വെക്കുക. പിന്നെ തുറന്നു കഴിഞ്ഞതാ ഈ ഒരു പരുവത്തിൽ ഉണ്ടാവും കേട്ടോ. പിന്നെ ഈ എടുത്തു കളയുന്ന സാധനല്ലേ, ഇത് ഉണക്കമുളക് ഞാനൊരു ആവേശത്തിന് ഇട്ട് പോയത്. ഇപ്പൊ ഇത് കാണുമ്പല്ലേ വലിയൊരു അധികപ്പറ്റായിട്ട് എനിക്ക് തോന്നുന്നു. തിരിഞ്ഞു മറിഞ്ഞു ഒന്നും നോക്കിയില്ല, ആ അധികപ്പറ്റിനെ എടുത്തങ്ങോട്ട് കളഞ്ഞേ. പറഞ്ഞു വന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ വല്ല അധികപ്പറ്റുണ്ടെങ്കിൽ സമയത്ത് അങ്ങോട്ട് എടുത്ത് കളഞ്ഞോളൂ കേട്ടോ. അല്ലെങ്കിലേ പിന്നീട് ഇതിനൊരു ചാൻസ് കിട്ടിയില്ലെങ്കിലോ. നമുക്ക് നേരെ എന്നാ കറിയിലേക്ക് വന്നാലോ. കുറച്ച് കറിവേപ്പിലയും 1/2 സ്പൂൺ മഞ്ഞപ്പൊടിയും 3 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ സോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രിഞ്ചാളും ഇട്ട് കൊടുക്കുക. ഈ കറിയുടെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്നറിയോ, പുളിയും എരിവുമാണ് കേട്ടോ. അത് ആവശ്യത്തിന് ഉപ്പിട്ടതിന് ശേഷം ഞാൻ പുളി പിഴിഞ്ഞ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പുളിയും എരിവും ഒരേപോലെ നിൽക്കുന്നതാണ് കേട്ടോ ഈ കാരക്കുഴമ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ ഒരു കളറിലാണ് ഈ കറി വേണ്ടിയിരുന്നത്. അതുകൊണ്ട് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഗ്രേവി ടൈപ്പാണ് ഈ കറി ഉണ്ടാവാറ്. അതുകൊണ്ട് പുളി പിഴിഞ്ഞ വെള്ളം അല്ലാണ്ട് കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നടച്ചു വെച്ച് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ അങ്ങനെ തിളയ്ക്കുന്നുണ്ടാവും. കൂടുതൽ ഇളക്കി മറിച്ച് കറി അങ്ങോട്ട് നശിപ്പിക്കാൻ നിൽക്കരുത് കേട്ടോ. പിന്നെ തുറന്ന് വെച്ച് അങ്ങോട്ട് തിളപ്പിക്കുക. ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ എണ്ണയെല്ലാം തെളിഞ്ഞൊരു കറി കിട്ടും. നിങ്ങൾക്ക് മല്ലിയില ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ആർക്കും മല്ലിയിലോട് വിരോധമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആവശ്യത്തിന് അതിൽ കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് കേട്ടോ കറിയുടെ ഫൈനൽ ലുക്ക്. ഇതിങ്ങനെ തിളച്ച് വരുമ്പോൾ പുളിയുടെ ഒരു സ്മെല്ല് വരാനുണ്ട്. ചൂട് ചോറിന്റെ കൂടെ അല്ലേ കഴിക്കാൻ നല്ല വൈബുള്ള കറിയാട്ടോ. ഇടയ്ക്ക് കേരള സ്റ്റൈലൊന്ന് മാറ്റി പിടിക്കുന്നേ. നെക്സ്റ്റ് വീഡിയോ കാണാം.